വേറൊരു സംഭവം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് കുറേ ഫീമെയിൽ ഓറിയൻറ്റഡ് ക്യാരക്ടേഴ്സിനെയൊക്കെ അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് അനാവശ്യമായിട്ട് സ്റ്റോറിയിൽ കൊണ്ടുവന്ന് ഇടുന്നില്ല. ആകെ ഉള്ളൊരു ഒരേ ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. ശരിക്കും അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ഇതുവരെ പ്രത്യേകിച്ച് വലിയ ഉപയോഗമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും അനാവശ്യമായിട്ട് സ്റ്റോറിയിലോട്ട് കൊണ്ടുവന്ന് ഓവർ ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാതെ അവരെ തന്നെ ഒരു ഡീസൻസിയിലാണ് ആ ഒരു ക്യാരക്ടറിനോട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നായകനായിക്കോട്ടെ, നായകനാണെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടു വന്നേക്കുന്ന ഒരു പാറ്റേണിലുള്ള ഒരു നന്മയ്ക്ക് വേണ്ടി അങ്ങനെ നന്മപരമായിട്ടുള്ള ഒരു നായകനായിട്ടൊന്നുമല്ല. അവൻ്റെ ആഗ്രഹം എന്താണോ അതിനു വേണ്ടി നിൽക്കുന്ന അവൻ്റെതായ ഒരു വ്യത്യസ്തത ഉണ്ട്. ഈ ഒരു സാക്കുറ എന്ന് പറയുന്നൊരു ക്യാരക്ടറിന് വ്യത്യസ്തത ഉണ്ട്. പിന്നെ ടോക്കിയോ റെവഞ്ചേഴ്സിലെ ബാജി, കെ ബാജി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, മറ്റേ കുത്തുകൊണ്ട് ടോക്കിയോ റെവഞ്ചേഴ്സ് കണ്ട ഒരു കഥയായിരിക്കും. കത്തി കുത്തുകൊണ്ട് മരിക്കുന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, പുള്ളിയുടെ അതേ റെഫറൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ടോക്കിയോ റെവഞ്ചേഴ്സിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെയൊക്കെ ഒരു റെഫറൻസ് എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ എടുത്ത് അതേപോലെയൊക്കെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അവർ ശ്രമിച്ചിട്ട് നടക്കാത്തതാണോ ഇനി അത് മനഃപൂർവ്വം ചെയ്തതാണോ എന്നാണ് ഇവിടെ റെഫറൻസ് നോക്കിയിട്ട് എല്ലാം പല വഴിക്കാണ് പോയേക്കുന്നത്. വിൻഡ് ബ്രേക്കറിലെ കേസ് എടുക്കുമ്പോഴേ ടോക്കിയോ റെവഞ്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ റെഫറൻസ് കൊണ്ടുവരാൻ നോക്കിയിട്ട് പല വഴിക്ക് പോയേക്കുന്ന കണക്കാണ് തോന്നുന്നത്. ഒരു സുഖം കിട്ടുന്നില്ല. ടോക്കിയോ റെവഞ്ചേഴ്സ് പോലെ ഒരു സുഖം അതിനകത്ത് കിട്ടുന്നില്ല. OG സംഭവങ്ങളാണ് എപ്പോഴും ഓൾവേസ് ബെസ്റ്റ് എന്ന് പറയുന്ന കണക്ക് ടോക്കിയോ റെവഞ്ചേഴ്സ് ഇത് കണ്ടു കഴിഞ്ഞാൽ ടോക്കിയോ റെവഞ്ചേഴ്സ് നമുക്കൊരു പടി മുകളിൽ വെക്കാൻ പറ്റുന്ന സാധനമാണ്. ഞാൻ പറഞ്ഞല്ലോ, കമ്പാരിസൺ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്തേക്കാം. കാരണം സെപ്പറേറ്റ് ചെയ്യണം. ആർക്കെങ്കിലും ഈ പടക്കവും മുണ്ടൊക്കെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ദീപാവലിയായിട്ട് അപ്പുറത്തെ മിട്ടാരൊക്കെ ഇപ്പോൾ രാത്രി എപ്പോഴും തുടങ്ങിയിട്ടുണ്ട് പൊട്ടിക്കുക. ഇന്നലെ പൊട്ടിച്ച് തീർന്നൊന്നും പോരെ, എന്നും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വീഡിയോ നേരെ എടുക്കാൻ പറ്റത്തില്ല, എൻ്റെ മൈക്കൊക്കെ തലഞ്ഞു പോയി. പുതിയ മൈക്ക് വാങ്ങിച്ചാലേ ഒക്കത്തുള്ളൂ.